പ്രിയമുള്ളവരെ, സോനാജിയുടെ ചവറ്റുകുട്ട എന്ന കവിതാ സമാഹാരത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 3 x 30 രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ അധ്യായത്തിൽ ശ്രീ സോനാജി തന്നെ നിങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നു. പ്രകാശന ചടങ്ങൊക്കെ വളരെ ഭംഗിയായി നടന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങളും അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. ഈ 2 എപ്പിസോഡിലൂടെ 3 x 30 വരുന്ന 2 എപ്പിസോഡുകളിലൂടെ ചവറ്റുകുട്ടയെ ഒന്ന് പരിചയപ്പെടുത്താം. തുടക്കത്തിൽ കവിയായ സോനാജി പറയുകയാണ്, ആർദ്രമായ പ്രേമത്തിൽ നിന്നും കിനിഞ്ഞു വരുന്ന ഉറവയാണ് എൻ്റെ കവിതകൾ എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സോനാജി തുടങ്ങുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് ചവറ്റുകുട്ട എന്ന് എങ്ങനെ വന്നു എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാവരും തള്ളുന്ന ചപ്പു ചവറുകൾ ഉൾക്കൊള്ളാൻ ഇവിടെ സ്ഥലമില്ലെങ്കിൽ അവ ചീഞ്ഞു നാറും. പിന്നെ അന്തരീക്ഷം മലീമസമാകും. അവയെ വഹിച്ച് കുഴിച്ചു മൂടുന്ന ചവറ്റുകുട്ടകൾ ആരും അറിയാതെ പോകുന്ന സത്യമാണ്. ഇതാണ് എൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചവറ്റുകുട്ടയെ അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ഈ കവിതാ സമാഹാരത്തിൽ 51 കവിതകളാണ് ഉള്ളത്. എല്ലാം വളരെ ചെറിയ ചെറിയ കവിതകളാണ്. പല പ്രസിദ്ധീകരണങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കവിതകളാണ് കൂടുതലും. അതിൽ 3 കവിതകളെ ഈ എപ്പിസോഡിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. തടി എന്ന തലക്കെട്ടിലുള്ള ഒരു കവിതയാണ് ഒന്ന്. മഹാമൗനങ്ങൾ ഉറച്ചാണ് കാതലുണ്ടാകുന്നത്, മഴുവിനാൽ മനുഷ്യൻ മുറിക്കുന്നു അതിനെ, അതും പോരാഞ്ഞിട്ട് തൊലിയുരിഞ്ഞ് അറുക്കാനിടുന്നു, ക്രമേണ കവിതയ്ക്ക് വാതിൽ വരുന്നു, ചെവിയോർത്താൽ കേൾക്കാം ആത്മാവിൻ്റെ പിടച്ചിൽ എന്ന് പറയുന്നു തടിയെക്കുറിച്ച്. മറ്റൊരു കവിത ചിലർ എന്ന തലക്കെട്ടിലുള്ള കവിതയാണ്. ചിലർ അങ്ങനെയാണ്, ദുഃഖം വരുമ്പോൾ സത്രമാക്കി കളയും നമ്മെ, സഹായവും തോളിലേന്തി വിദൂരതയിലേക്ക് സഞ്ചരിച്ചേക്കാം, സത്രം അടഞ്ഞുകിടക്കുന്നതും വിതുമ്പുന്നതും അവർ സന്തോഷിക്കുമ്പോഴാണ്, ഇപ്പോൾ ഒരു മുട്ട് കേൾക്കുന്നുണ്ടോ വാതിൽക്കൽ, ഉറപ്പിക്കാം, ദുഃഖം ആരെയോ അതിൻ്റെ ചുടുവിരൽ കൊണ്ട് തൊട്ടിരിക്കാം. സ്ത്രീ ശബ്ദത്തിൽ 2011 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഒരു കവിതയായിരുന്നു ഇത്. മറ്റൊന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത കൂടി അവതരിപ്പിച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ചെറിയ വരികളാണ്. വീടിനെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും കിണറിനെക്കുറിച്ചും കവി സോനാജി പറയുന്നത്. വീടിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. കർട്ടൻ വാതിലാക്കിയ നാടകശാലയാണ് വീട് എന്ന് പറയുന്നു. മറ്റൊന്ന്, പ്രണയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. വയലറ്റ് മൺകലം താങ്ങി നിർത്തും 3 അടുപ്പുകല്ലുകൾ. വയലറ്റ് മൺകലം താങ്ങി നിർത്തും 3 അടുപ്പുകല്ലുകൾ. പ്രണയം. മറ്റൊന്ന് കിണറിനെ കുറിച്ചാണ്. അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട 2 വരികൾ. പറമ്പിൽ മുളച്ച നിസ്വാർത്ഥത, പറമ്പിൽ മുളച്ച നിസ്വാർത്ഥതയാണ് കിണർ എന്ന് സോനാജി പറയുന്നു. ഇനിയും ധാരാളം കവിതകൾ ഈ പുസ്തകത്തിലുണ്ട്. അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും 3 കവിതകളെ കൂടി പരിചയപ്പെടുത്താം. നന്ദി.